ഇന്നലെ മുതലാണ് കേരള സ്ട്രൈക്കേഴ്സിന്റെ 10 ദിവസത്തെ പരിശീലന ക്യാമ്പ് ആരംഭിച്ചത്. ടീമിന്റെ നായകനായ മോഹൻലാൽ ഇന്നലെ രാത്രിയോടെ ക്യാമ്പിൽ എത്തിച്ചേർന്നു. മോഹൻലാലിന്റെ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ പരിശീലനം ആരംഭിച്ചു. പരിശീലകനോട് സംശയങ്ങൾ ചോദിച്ചും പിഴവുകൾ വരുമ്പോൾ തിരുത്തിയും മോഹൻലാൽ ക്യാമ്പിൽ സജീവമായി. തന്റെ സഹകളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം അവരുടെ പ്രകടനത്തെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് കേരള സ്ട്രൈക്കേഴ്സിന്റെ ക്യാപ്റ്റന്. അവരൊക്കെ വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. വളരെയധികം എന്താ പറയണ്ടേ, സ്റ്റാമിന വേണം, ഒരു കോൺസെൻട്രേഷൻ വേണം. എല്ലാത്തിനും ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ടോട്ടൽ സിനിമ ഷൂട്ടിംഗ് പോലെയല്ല. സിനിമ ഷൂട്ടിംഗ് ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഒരുപാട് റിലാക്സേഷനും ഒക്കെ സമയം കിട്ടും. ഞാനങ്ങനെ ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാനൊന്നുമല്ല, എന്നാലും ഞാൻ പണ്ട് കളിച്ചിട്ടുള്ള കളികൾ കാണുന്നതൊക്കെ വെച്ചിട്ട് നമ്മുടെ ടീമിലുള്ള കുട്ടികൾ വളരെ നല്ല പ്ലേയേഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരള സ്ട്രൈക്കേഴ്സിന്റെ ആദ്യ എതിരാളിയായ ചെന്നൈ റൈനോസിനെ പറ്റിയും മോഹൻലാലിന് വ്യക്തമായ ധാരണയുണ്ട്. തീർച്ചയായിട്ടും അവരെ കളികൾ നമ്മൾ കാണാറുണ്ട്. അവർ നല്ല കളിക്കാരാണ്. അതുകൊണ്ടല്ല അവർ പിന്നെ തികച്ചും അവർ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് രണ്ടാമതാണ് കളിക്കുന്നത്. സോ അവർക്ക് കുറച്ചുകൂടെ എന്താണ് അക്ലമറ്റൈസ്ഡ് ആണ്, അല്ലേ, കുറച്ചുകൂടെ അവർക്ക് ക്രിക്കറ്റ് കളിയെക്കുറിച്ച് അറിയാം. വൈസ് ക്യാപ്റ്റനായ ഇന്ദ്രജിത്ത്, മറ്റു താരങ്ങളായ പൃഥ്വിരാജ്, ആസിഫ് അലി തുടങ്ങിയവരൊന്നും ഇതുവരെ ടീമിൽ എത്തിച്ചേർന്നിട്ടില്ല. ജനുവരി 21 ഹൈദരാബാദിലാണ് ടീമിന്റെ ആദ്യ മത്സരം. ഇന്നു മുതൽ പരമാവധി ക്യാമ്പിനൊപ്പം പങ്കെടുക്കാനും പരിശീലന മത്സരങ്ങൾ കളിക്കാനുമാണ് മോഹൻലാലിന്റെ തീരുമാനം. ഇന്ത്യ വിഷൻ, കൊച്ചി.